ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ രാവിലെ എത്തി. ഇന്നലെ രാത്രി തന്നെ അവിടുന്ന് പോയിരുന്നു. ഫാമിലിയായിട്ട് ഇന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ നാട്ടിലെത്തി. വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. നമ്മളിനി ശനിയാഴ്ചയാണ് ഫ്യൂണറൽ വെച്ചേക്കുന്നത്, ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തു. എങ്കിലും നാളത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സമാധാനം കാണത്തില്ല. ഇപ്പം സമയം 8:30 എങ്ങാണ്ടായി. അപ്പം 9 മണിയായി. ഇപ്പം ഞാൻ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് 1-2 വാക്കൊന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം ഇത് മുടക്കുന്നത് എനിക്ക് എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഏകദേശം 1000 മെസ്സേജിന് മുകളിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഓക്കെ, ഒന്നും ഞാൻ തുറന്നു നോക്കിയില്ല, കണ്ടു, എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളെന്നെ സ്നേഹിക്കുമ്പം ശരിയാണ്, സിറ്റുവേഷൻസൊക്കെ വളരെ മോശമാണ്. എങ്കിൽ തന്നെ എനിക്കൊരു ഓബ്ലിഗേഷൻ ഉണ്ട് നിങ്ങളോട്, അല്ലേ? ഞാൻ നിങ്ങളുടെ പൈസ മേടിച്ചിട്ടോ ഒരു പെയ്ഡ് ഗ്രൂപ്പ് ഒന്നും അല്ല നടത്തുന്നത്. എന്നെ കുറേ പേര് വഴക്ക് പറഞ്ഞു, സാർ എന്തിനാണ് അപ്ഡേറ്റ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ. ശരിയാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു വലിയ ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പം അവർ പുറമെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നുമായിരിക്കും. അവർക്ക് ഇപ്പോൾ ഈ സിറ്റുവേഷൻ കൂടി ചോദിക്കാൻ മടിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് അവരുടെയൊക്കെ മനസ്സിൽ, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. കാരണം ഇതിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പം നിങ്ങൾ പിച്ച വെച്ച് നടന്നു വരുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഒന്നും ഒരുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ബാലപാഠങ്ങൾ പഠിച്ചു വരുന്നവർക്ക് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ജസ്റ്റ് 1-2 വാക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ ആ ബോക്സ് പാറ്റേൺ ജസ്റ്റ് ഞാനൊന്ന് ചാർട്ടിലോട്ടൊന്ന് വരാമേ, ഒരു സെക്കൻഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ ഈ ബോക്സ് പാറ്റേൺ ഈ ദിവസം കൂടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോക്സ് ഇതിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ രാവിലെ ഒരു ബ്രേക്ക് ഔട്ട് നടത്താൻ ശ്രമിച്ചു, പക്ഷേ ഭയങ്കര ഹ്യൂജ് റിജക്ഷൻ വന്നു, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇതിനകത്ത് തന്നെ കൺസോൾഡ് ചെയ്യുന്നത്. കൺസോൾട്ടേഷൻ്റെ അർത്ഥം ഇത് മാർക്കറ്റ് പ്ലേ ആണ്, ഇത് അല്ലെങ്കിൽ ഓപ്പറേറ്റർ പ്ലേ തന്നെയായിരുന്നു. കാരണം മാർക്കറ്റ് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് മാക്സിമം DK വരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിനുശേഷം മാർക്കറ്റ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു 2 മണിയോടൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്കും മാർക്കറ്റ് പതുക്കെ പൊട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ വാറിൻ്റെ പിന്നെ പാകിസ്ഥാൻ നമ്മളെ അടിച്ചു, നമ്മൾ അവരെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് ഒന്ന് പൊട്ടി. അപ്പോൾ ഒരു ഫോൾ, ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ 100-150 പോയിൻറ്റിൻ്റെ ഒരു ഫോള് ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടായി. അപ്പം നിലവിൽ ഇതിന് ശേഷവും ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-200 പോയിൻ്റ് കൂടെ വീണ്ടും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോഴും വാറിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റിൽ നല്ലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. വലിയ പൊട്ടലുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു പക്ഷെങ്കിൽ 24,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 24,000 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇത് ക്രൂഷ്യലാണ്. 24,000 വളരെ ക്രൂഷ്യലാണ്. ഞാൻ പിന്നെ പറഞ്ഞു 24,800 ഈ ലൈൻ നിഫ്റ്റിയുടെ തലവരെയാണെന്ന് ഞാൻ നമ്മുടെ വീക്കിലി അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ക്രൂഷ്യലും വളരെ മേജർ ലൈനാണ്. ഇതൊരു നിഫ്റ്റിയുടെ തലവര തന്നെയാണ്. ഇപ്പോൾ 23,818 ഈ വര നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, എന്തായാലും 24,000 ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. 24,000 ടെസ്റ്റ് ചെയ്ത് താഴെ പോയാൽ അടുത്തത് 23,800 അപ്പം വളരെ കോഷ്യസായിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൽ ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഷൂട്ടപ്പായി, നെഗറ്റീവ് കിടന്ന് വിക്സ് ഒറ്റയടിക്കാണ് കയറിയത്. കണ്ടോ, ഇതാ നോക്കിക്കുക. ഉച്ച കഴിഞ്ഞപ്പം നമ്മുടെ പ്രീമിയം, ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് പൊട്ടാൻ തുടങ്ങി പറയാം, ആ പൊട്ടാനുസരിച്ച് വിക്സ് 18-ൽ നിന്ന് 21, ഏകദേശം 10% വിക്സ് ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി, ഇല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് നാളെ 24,000 ടെസ്റ്റ് ചെയ്ത് നോക്കുക. 24,000 പൊട്ടിച്ച് താഴെ പോയാൽ അതിന് ശേഷം മാർക്കറ്റ് 23,800 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, നോക്കി കണ്ടിട്ട് ചെയ്യുക. ഇത് 23,800 പൊട്ടിയാൽ, 23,800 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് 23,800 പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 24,000 ശ്രദ്ധിക്കണം. നാളെ ഓപ്പൺ ചെയ്ത് 24,000 റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നോ ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളത് ശ്രദ്ധിക്കുക. ഇന്ന് രാത്രിയിൽ വളരെ നിർണായകമാണ്. അടികൾ വല്ലതും കലശലായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ നിഫ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ള. ബാങ്ക് നിഫ്റ്റി ഞാൻ നോക്കിയില്ല,
പക്ഷേ രാവിലെ ഭയങ്കര ഗ്രീൻ ആയിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ നിന്നൊരു ഫോൾ വന്നു. ഈ പറയുന്ന പോലെ തന്നെ അവിടെയും ഇതുപോലെ തന്നെ നമ്മുടെ ലൈൻ പൊട്ടിച്ചാണ് നിൽക്കുന്നത്. ഈ 54,000 നമുക്ക് നിർണായകമാണ്. 54,000 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പും ഇന്ന് നല്ലപോലെ വീണു. രാവിലെ നല്ല വൃത്തിയായിട്ട് കയറിയിട്ട് അതിനുശേഷം നമ്മുടെ 11,987 പൊട്ടിച്ച് താഴെ നിൽക്കുകയാണ്. അതിന് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അൺസർട്ടനിറ്റിയാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് കണ്ടും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് എല്ലാവരോടും നിങ്ങളോട് സ്നേഹമാണ്. കാരണം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ തിരിച്ചുള്ള സ്നേഹം ഇങ്ങനെയൊക്കെ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നാളെ കാണുന്നത്, നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ അതിന് ശേഷം നാളെ ഇനി പ്രീ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശനിയാഴ്ചയാണ് ഫ്യൂണറൽ. പിന്നെ ഞായറാഴ്ച വീക്കിലി അനലിസിസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണത്തില്ല. എനിവേ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച നമുക്ക് അത് ചെയ്യാം. ഓക്കെ, എനിവേ എന്തായാലും നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.